അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു മീഡിയ നമ്മളുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇതുപോലെ കുറേ മീഡിയകൾ എങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പല വഴികളുള്ളതുപോലെ ഈ മീഡിയ നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാനും പല രീതികളുണ്ട്. നിങ്ങൾ ഏത് രീതിയുമായി പൊരുത്തപ്പെടുന്നോ ആ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചില രീതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളിവിടെ ഒരു മീഡിയയിൽ ഈ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും യെല്ലോ കളറിലുള്ള ഹാൻഡിലർ കിട്ടും. എന്നാൽ ഇങ്ങനെ പാർഷ്യലി അല്ല, നിങ്ങൾക്ക് ആ മീഡിയ മൊത്തം വേണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന കീ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അല്ലെങ്കിൽ ആ പീസ് മൊത്തം സെലക്ട് ആവും. അങ്ങനെ എക്സ് കീ അടിച്ച് നിങ്ങളൊരു വീഡിയോ മുഴുവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമായി. നിങ്ങൾക്കതെന്ത് ചെയ്യാം, ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇപ്പം ഞാനിതിനെ കമാൻഡ് Z അടിച്ച് ഇതിനെ അൺഡു ചെയ്യുവാണ്. ഇപ്പം അൺഡു ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഒരു റേഞ്ച്, ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ ഇപ്പോൾ ഒരു വീഡിയോ ഫുൾ സെലക്റ്റഡ് ആണല്ലോ. ആ യെല്ലോ ബോർഡർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് ഈ പീസിൻ്റെ ഈ വീഡിയോയുടെ ഫുള്ള് വേണ്ട, ഹാഫ് മതിയെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ആദ്യത്തെ പോർഷനിൽ നിന്ന് മൗസ് ഹോൾഡ് ചെയ്തത് കണ്ട് ഇതുപോലെ കൊണ്ടുവന്ന് റിലീസ് ചെയ്താൽ മതി. അപ്പോൾ ഹാഫ് പോർഷൻ സെലക്ട് ആയി. ഇനി ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈം ലൈനിൽ വരികയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഹാഫ് പോർഷൻ നമുക്കങ്ങനെ സെലക്ട് ചെയ്യാം. ഒരു പോർഷൻ മാത്രം എടുത്തു. ഇതേ പരിപാടി കീബോർഡ് ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് ഇനി നമുക്ക് നോക്കാൻ പോകണം. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഇങ്ങനെ സ്കിം ചെയ്ത് നോക്കുക, എനിക്ക് എവിടെ വരെ വേണം നോക്കിയതിന് ശേഷം ഞാൻ തീരുമാനിക്കുകയാണ് എനിക്കിതിൻ്റെ ആദ്യ ഭാഗം ഇതേ ഇപ്പം ഞാൻ ഈ മൗസ് വെച്ചേക്കുന്ന ഇവിടം കൊണ്ട് എനിക്കിതിൻ്റെ ആദ്യം വരണമെങ്കിൽ ഞാൻ കീബോർഡിലെ I എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താൽ നിങ്ങൾ നോക്കിക്കോ, ഇപ്പം ആ തുടക്കത്തിലെ ഹാൻഡിൽ, ആ ബോർഡർ ഇപ്പോൾ മുമ്പോട്ട് തള്ളി എൻ്റെ മൗസ് പോയിൻ്റർ എവിടെ നിൽക്കുന്നോ അവിടെ വരും. കണ്ടോ? I പ്രസ് ചെയ്തപ്പം അവിടെ സെലക്റ്റായി. അപ്പം ഇനി മുമ്പോട്ട് കുറച്ചുകൂടെ പോയിട്ട് എനിക്ക് തോന്നുവാണ് ഇവിടെ എൻഡ് ചെയ്യണം. ഞാൻ സ്കിം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ എനിക്ക് എൻഡ് ചെയ്താൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ കീബോർഡിലെ O എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താൽ ആ മുമ്പിലുള്ള ഹാൻഡിൽ പുറകോട്ട് വരും. കണ്ടോ? അപ്പോൾ ആ പോർഷൻ മാത്രം സെലക്ട് ആയ കണ്ടോ? ഇനി എനിക്കത് ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈസി അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ വിധം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കാൻ പോണത് മൾട്ടിപ്പിൾ വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പഠിക്കാൻ പോവാം. അതായത് നിങ്ങളുടെ ബ്രൗസറിൽ ഒന്നോ അതിലധികമോ വീഡിയോ ഉണ്ടെങ്കിൽ അതിലെ ഒന്നിലധികം വീഡിയോകൾ എങ്ങനെ സെലക്ട് ചെയ്യാം. അതിന് നിങ്ങൾ മൗസ് കീ ഉപയോഗിക്കണം. അതുപോലെ നമ്മുടെ കീബോർഡിലെ കമാൻഡ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വീഡിയോസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണം സെലക്റ്റഡ് ആയി. ആ യെല്ലോ ബോർഡറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ ബ്രൗസറിലേക്ക് മുകളിലോട്ട് പോയിട്ട് ഇതുകൂടെ സെലക്ട് ചെയ്യുക. അപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കമാൻഡ് കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമാൻഡ് കീ പ്രസ് ചെയ്ത് 3 വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ചിലത് പോർഷനാണ്, വീഡിയോ ആണ്. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ റേഞ്ചും ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിന് കീബോർഡിലെ കമാൻഡ് ഷിഫ്റ്റ് Iയും കമാൻഡ് ഷിഫ്റ്റ് Oയും ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ റേഞ്ചസും സെലക്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ സ്കിം ചെയ്ത് ഏതാണ്ട് എൻ്റെ മൗസ് പോയിൻ്റർ നിൽക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ട് കമാൻഡ് ഷിഫ്റ്റ് I അടിച്ചു. ഇച്ചിരി മുമ്പോട്ട് പോയിട്ട് ഞാൻ ഇനി കമാൻഡ് ഷിഫ്റ്റ് O അടിക്കുമ്പോൾ കണ്ടോ, ഇത് ആ പോർഷൻ സെലക്റ്റഡ് ആയി. ഇനി ഞാൻ അടുത്ത വീഡിയോ ക്ലിപ്പിലും പോയി ഞാൻ ഏതാണ്ട് ഇവിടം വെച്ച് എൻ്റെ മൗസ് പോയിൻ്റർ വെച്ചിട്ട് കമാൻഡ് ഷിഫ്റ്റ് I അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോർഷൻ സെലക്റ്റഡ് ആയി. കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം ഞാൻ കമാൻഡ് ഷിഫ്റ്റ് O അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട് പോയിൻറ്റും സെറ്റായി. ഇപ്പോൾ കണ്ടോ, മൾട്ടിപ്പിൾ റേഞ്ച് 2 വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, എനിക്ക് വേണമെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് നേരെ നമ്മുടെ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ മൊത്തമല്ല, ഒരു പോർഷൻ, ഒരു റേഞ്ച് നമ്മളിപ്പോൾ നമ്മളുടെ ടൈം ലൈനിൽ കൊണ്ടുവന്നു. മൾട്ടിപ്പിൾ റേഞ്ചസ് ഫ്രം മൾട്ടിപ്പിൾ വീഡിയോസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും. ഇപ്പോൾ ഒരു സെലക്ഷൻ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ സെലക്ഷൻ നടത്തി വെച്ചേക്കുക, ഇതിലൊരു സെലക്ഷൻ റിമൂവ് ചെയ്യണമല്ലോ. പറ്റും. നിങ്ങൾ കമാൻഡ് കീ പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, കമാൻഡ് കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് കൊണ്ടുവന്ന് ആ സെലക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അത് പോയി. അല്ലെങ്കിൽ ഇത് നമ്മളുടെ മുകളിലുള്ള മെനുവിൽ പോയി മാർക്ക് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ സെലക്ഷൻ എന്നുള്ളതിൽ അടിച്ചാലും സെലക്ഷൻ ക്ലിയർ ആക്കാൻ പറ്റും. ഇതിനൊരു കീബോർഡ് ഷോർട്ട് കട്ടും ഉണ്ട്. നമ്മൾ ഓപ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് ഓപ്ഷൻ X അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തേത് റിമൂവ് ആവും. കണ്ടോ? ഇനി റേഞ്ചും നമുക്ക് ഓപ്ഷൻ കീ വെച്ച് ചെയ്യാം. ഓപ്ഷൻ I ആൻഡ് ഓപ്ഷൻ O അടിച്ചാൽ റേഞ്ചുകളിലെ സെലക്ഷനും നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ പറ്റും.
there is one more tool to accomplish this task. That's tools menu located here. ഇനി ഇത് ഇവിടെ കണ്ടോ, ഒരു ടൂൾ മെനു ഉണ്ട്. ഇവിടെ റേഞ്ച് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് സെലക്ഷൻ നടത്താൻ പറ്റും. കീബോർഡ് ഷോർട്ട്കട്ട് ആണ് റേഞ്ച് സെലക്ഷൻ ടൂളിൻ്റെ. റേഞ്ച് സെലക്ഷൻ ടൂള് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ സിമ്പിൾ മാറി ടൂളിൻ്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളുടെ ബ്രൗസറിൽ പോയി ഏത് മീഡിയയിലും മൗസ് പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അങ്ങനെ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് നിങ്ങൾക്ക് ടൈം ലൈനിൽ അതിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റേഞ്ച് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഒരു സംശയം കൂടെ വരും, മൾട്ടിപ്പിൾ സെലക്ഷൻ ഈ റേഞ്ച് സെലക്ഷൻ ടൂൾ വെച്ച് നടത്താൻ പറ്റുമോ? പറ്റും എന്നുള്ളതാണ് ഉത്തരം. എന്ത് ചെയ്താൽ മതി? കീബോർഡിലെ കമാൻഡ് കീ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം റേഞ്ച് സെലക്ഷൻ പല വീഡിയോകളിലോ സെയിം വീഡിയോകളിലോ നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ 3 സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ 3 സെലക്ട് ചെയ്തതിന് ശേഷം എനിക്കതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിൽ ആഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ടൈം ലൈൻ നമുക്ക് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ കണ്ട ഈ റേഞ്ച് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ബ്രൗസറിൽ സെലക്ട് ചെയ്തു. ഇത് മാത്രമല്ല, പല പർപ്പസിന് നമ്മൾ ഈ ടൂളുകളെല്ലാം ഉപയോഗിക്കും. താഴെ കാണുന്ന നിങ്ങൾ കണ്ടോ, കുറേ ടൂളുണ്ട്. അപ്പോൾ അതിലൊന്ന് മാത്രം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഈ റേഞ്ച് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് വേറെ കുറേ വെറൈറ്റി ഓഫ് കാര്യങ്ങൾ നമ്മളുടെ എഡിറ്റിങ്ങിനും ഒക്കെ ആവശ്യം വരുന്നതാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ടൈം ലൈനിനെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിക്കും. ഇനി നിങ്ങൾക്ക് ഈ റേഞ്ച് സെലക്ഷൻ ടൂളിൽ നിന്ന് സാധാരണ ടൂളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പുണ്ടായിരുന്ന ടൂളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ സെലക്ട് എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ മാനുവലി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായ പ്രസ് ചെയ്താൽ സെലക്ട് ടൂളിലേക്ക് പോകും. അപ്പം അതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഒരു മീഡിയ എങ്ങനെയാണ് ടൈം ലൈനിൽ ആഡ് ചെയ്യുന്നതെന്നുള്ള പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മളുടെ സിസ്റ്റത്തിലെ ഫോട്ടോസിൽ നിന്നും നമ്മളുടെ ഫൈൻഡറിൽ നിന്നും എങ്ങനെയാണ് വീഡിയോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.